എടാ എന്നെ ഇറക്കി വിടറാ ഒന്ന് ചിരിച്ചേ ഈ സന്തോഷമായോ? ആ ഫ്രണ്ടൊക്കെ പൊക്കിയാ കയറിയായിരുന്നു. ഇപ്പൊ ഇവിടെ വീഴാനുള്ളതാണ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ അതേപോലെ നടന്നില്ലേ? പോയി അയ്യോ വീണേ. കണ്ടില്ലേ ഞാൻ മോനെ വീണടാ പോയടാ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ കണ്ടില്ലേ എക്സ്പൾസ് ആണുള്ളത്. അപ്പം ഈ വഴി നിങ്ങൾക്ക് ഓർമ്മ കാണും, നമുക്ക് എപ്പോഴും സ്ഥിരം പോകാറുള്ളൊരു റോഡാണിത്. ഇത് കണ്ടില്ലേ ഫുൾ ഓഫ് റോഡാണ്. ഇന്നലെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പം റോഡിൻ്റെ ഗതി ഞാൻ പറയണ്ടല്ലോ, നല്ല ഇതായിട്ടാണ് കിടക്കുന്നത്. പിന്നെ സമയമെന്ന് പറയുന്ന ഒരു 6 മണി കഴിഞ്ഞു. ജസ്റ്റ് ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഇവൻ പറഞ്ഞു എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ആ മണ്ടയിലോട്ട് കയറി പോവാം എന്ന് പറഞ്ഞു. ഇവൻ കയറി വന്നു. അയ്യോ സീനാണ്. ഇപ്പോൾ അവൻ ഫ്രണ്ട് ഇറങ്ങി. ഓ കറക്റ്റ് ആ കുഴി വന്ന് ചാടി. ആ കേട്ടോ, ഈ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട്. അയ്യോ അയ്യോ മറിയുന്നോ. ആ അപ്പം പറഞ്ഞ പോലെ പുറയിൽ ഒരാളും കൂടി ഇരിപ്പുണ്ട്. ഈ വണ്ടി ശരിക്കും നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ ഈ വണ്ടിയുടെ ആയിരുന്നു മറ്റേ മൈലേജ് ടെസ്റ്റും റിവ്യൂ ചെയ്തത്. അയ്യോ 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 ഞാൻ പറഞ്ഞില്ലേ സീനാണ്. നല്ലപോലെ നിരങ്ങി കിടക്കുക. നിരങ്ങി ഏതിലെയൊക്കെയോ വണ്ടി പോകുന്നുണ്ട്. എന്നെ അയ്യോ എൻ്റെ ടയറൊക്കെ നല്ല പുത്തൻ ടയറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു സീനും ഇല്ലാതെ പോകുന്നുണ്ടല്ലേടാ. ഒരു വിഷയമില്ലാതെ കയറി പോകുന്നുണ്ട്. അത്രയും നിരങ്ങിയിട്ട് ഞാൻ ഓർത്ത് അവിടെ കിടന്നെന്ന്. ഓ പുറവശം നല്ലപോലെ നിരങ്ങുന്നുണ്ട് കേട്ടോ. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നിരങ്ങുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് കയറിപ്പോയപ്പം എടുത്തതാണ്. വേറെ പ്ലാൻസ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇവിടെ ഒരു ജമ്പ് അടിക്കാം, പിടിച്ചിരുന്നോ? എൻ്റെ നടുപടിഞ്ഞെന്ന് തോന്നേ. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ് ഇതുപോലെ പോകാനായിട്ട്. വണ്ടി പക്ഷേ നല്ലപോലെ നിരങ്ങുന്നുണ്ട്. ഓ മൈ ഗോഡ്, പിള്ളേരെ വഴി ചാടരുത്. ഡോണ്ടു കൊള്ളാം കേട്ടോ. വലിയ ചാട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. പോയി എന്താ പോവാതെ കൊണ്ടുവന്ന, പക്ഷെ പോയി. ഇറങ്ങടാ ടയറ് വൻ വിഷയമൊക്കെ കേട്ടോ. ഓക്കെ അങ്ങോട്ട് പോവാം. ഓ മൈ ഗോഡ്, പിള്ളേരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മൾ എന്നായിരുന്നു കാണിച്ചോണ്ട്. അയ്യോ ഉമ്മച്ചിയെ ഫ്രണ്ടൊക്കെ പൊങ്ങി പോകുന്നുണ്ട്. എക്സ്പ്രസ് ഓടിച്ചിട്ട് എനിക്ക് ആ കയറ്റമൊക്കെ കയറി വണ്ടിക്ക് ജസ്റ്റ് ഒരു പമ്മൽ പോലെ തോന്നി. വലിവ് മുട്ടി പോകുന്ന പോലെ തോന്നി. എക്സ്പ്രസിനുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറേ പേരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. അത് കംപ്ലൈൻ്റ് അല്ല, അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടതിലെല്ലാം വണ്ടിക്ക് ചെറിയൊരു വലിവ് മുട്ടുന്നൊരു ഫീലല്ല കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കിയാൽ ഇന്നിവിടെ വേറൊരു പ്രത്യേക ഒരു വ്യൂവാണ്. ഇവനാണ് ഇതിൻ്റെ ഓണർ, ജിൻസ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ വണ്ടിയാണിത്, പുതിയ വണ്ടിയാണ്. അപ്പോൾ അതുപോലെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇപ്പോൾ ഉണ്ട്. നോക്കി ഇന്ന് ഇപ്പോൾ ഒരു സമയം ഞാൻ പറഞ്ഞില്ലേ, അത് 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇരുട്ടായി തുടങ്ങി, വെട്ടമൊക്കെ പോയി. ആ ഒരു വ്യൂ ഒക്കെ നോക്കി കറക്റ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ഭാഗം കാർമേഘമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നല്ല നീല കളർ മേഘമാണ്. സൂര്യനൊക്കെ പോയി.
കൊള്ളാം, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെന്നിട്ട് ഒരു ഓഫ് റോഡും കൂടെ ഉണ്ട്. അതിന് ഇവൻ കയറ്റുന്നതായിരിക്കും നമുക്ക് കാണാമെന്ന്. ഇവനായിരിക്കും അത് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് കാണാം. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തി. ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ആ ഒരു ടൈമിലുള്ള സ്ഥലമാണ്. അടിപൊളി വഴിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വഴിയാണ് ഇത്. അപ്പോൾ ഇവനാ വണ്ടി ഓടിക്കുന്നത്. ഇന്ന് കണ്ടറിയാം എന്നെ ആകുന്നത്. ചെളിയൊക്കെ പറഞ്ഞു ഇപ്പോൾ പറന്ന് ഇതിലേക്ക് വരുന്നുണ്ട്. വഴിയൊക്കെ ആഹാ, നമുക്ക് അങ്ങോട്ടാണ് കേട്ടോ. നല്ല നല്ല അടിപൊളി വഴിയാടാ. ഇവിടെ നിർത്തി എന്നെ ഒന്ന് ഇറക്കി വിട്ടേരെ. ദേ വഴി എടാ, എന്നെ ഇറക്കി വിടറാ. എടോ ഇപ്പം തന്നെ കാട്ടി പോവും. പോയടാ, പോയില്ലടാ. എൻ്റെ ദൈവം, ഈ വഴി നോക്കി. കൊന്നേ ഇവൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണി. കൊന്നു പടവൻ. നിക്ക് വെയിറ്റ് പൊക്കല്ലേ, അങ്ങനെ ഒന്നും പൊക്കിക്കൂടാ വണ്ടി. മര്യാദക്ക് ഞാൻ എന്നെ ഇറക്കി വിടാൻ പറഞ്ഞ. ഒന്ന് ചിരിച്ചേ. ഈ സന്തോഷമായോ? നിക്ക് ഞാനും കൂടെ വരാം. അപ്പോൾ അത് ശരി കേട്ടോ, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. വീഴ്ചയുള്ളത് ആ വഴിയൊക്കെ ഞാൻ ജസ്റ്റ് ആ വഴി ഒന്ന് കാണിച്ചിട്ട് വരാം, നീ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ നമ്മളെ കൊണ്ടുപോകുന്ന വഴിയാണ് കേട്ടോ. ഇത് നോക്കിക്കേ, ഇവിടെ മൊത്തം കുഴി, അത് ഒരു വെള്ള കുഴി മൊത്തം കുഴിയാണേ. അവൻ ആ സൈഡിൽ കൂടെ കൊണ്ടുവന്നു. ഞാൻ എന്നെ മര്യാദയ്ക്ക് അവിടെ ഇറക്കി വിടാൻ പറഞ്ഞു, കേട്ടില്ല. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി ലാലല്ലാന്ന് പാട്ടൊക്കെ പാടി. ഞാനൊരു പടവൻ പ്രതീക്ഷിച്ചത് അവിടെ കേട്ടോ, പക്ഷെ അവിടെ വീണില്ല. അവിടെ വീണത് നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റി നിരക്കി അവിടെ കൊണ്ടുവച്ചു. സ്പോട്ട് ഞാൻ ചാടി ഇറങ്ങി വണ്ടി നേരെ ഇങ്ങനെ പോകുന്നു. ഇവിടെ കൊണ്ടുവന്ന് അവളോട്ട് അങ്ങ് വെച്ചു. ചെറിയ സന്തോഷമായോ? അവന് കുറച്ച് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മഴയായതുകൊണ്ട് നല്ലപോലെ തെന്നിക്കിടക്കുക. താക്കോലൊന്ന് ഓഫാക്കിയിട്ടോ ഉണക്ക്. അപ്പോൾ നമുക്കിനി മണ്ടയിലേക്ക് പോവാം. പിന്നെ ഇത് ഓക്കെ. പതുക്കെ കയറി പോട്ടെ. അപ്പോൾ അവൻ്റെ കയറി പോകുന്നുണ്ട്. എൻ്റെ വൻ ഐറ്റം ഒക്കെ കേട്ടോ, ഫുള്ള് കോമഡിയാ. ഒന്നെങ്കിൽ എടാ എൻ്റെ ഫുഡ് റെസ്റ്റ് കാണുന്നില്ലടാ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്ന് എന്താകുമോ എന്തോ. ഞാൻ ക്യാമറ ഹെൽമെറ്റിൽ തന്നെ വെച്ചേക്കുന്നത്. എനിക്ക് പേടിയാണ്, വീണ് കഴിഞ്ഞാൽ ക്യാമറ പറന്നു പോകും. വെറുതെ റിസ്ക് എടുക്കണ്ട. എടാ അങ്ങനെ കൊടുത്തു പോവല്ലേ, ഇവരെന്നെ കൊല്ലാൻ കൊണ്ടുപോവാനേ നാട്ടുകാരെ ഓടുകയോ. അയ്യോ, ഇനിയിപ്പോൾ അടുത്തൊരു സീൻ വരുന്നുണ്ട്. ഇല്ല, പോയില്ല. ഇവിടെ പെടും. എനിക്കറിയാമെന്ന് ഞാൻ അതിൻ്റെ അതുകൊണ്ട് ചാടിക്കുമെന്ന്. അപ്പോൾ നമ്മളിതാ വീണ്ടും കയറി മുന്നോട്ട് പോകുകയാണ് ഗൈസ്. അപ്പോൾ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫുൾ എൻ്റർടൈൻമെൻറ്റാണ് മണ്ടയിലേക്ക്. ഇപ്പം അവിടെ ഒരു പെടലും കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ വെക്കാറ് പെട്ടു. ഇവിടെ നല്ല പായലാ കേട്ടോ, നല്ലപോലെ നിറങ്ങി. പതുക്കെ കൈ കൊടുത്തെടുക്ക്. അയ്യോ, പോട്ടെ. ഇവിടെ ഒരു സീനും കൂടെ ഉണ്ട്. നിൽക്കി, ഞാൻ വീഡിയോ എടുക്കട്ടെ. കമാൻഡ്രാ മഹേഷേ, കമാൻ. ഫ്രണ്ടൊക്കെ പൊക്കിയാ കയറിയായിരുന്നു. ഇപ്പം ഇവിടെ വീഴാനുള്ളതാണ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ അതേപോലെ കിടന്നില്ലേ, വീഴാന്നുള്ളതാന്ന് പറഞ്ഞു. വീണു. വേണ്ടില്ലേ? ചിരിച്ചേ. സന്തോഷമായോ? രണ്ടാമത്തെ സന്തോഷമായിട്ടോ. പിടിച്ചോ, നേരെ പിടിയടാ. അപ്പോൾ അവിടെ നിന്നേടാ ഒരു മിനിറ്റ്. അങ്ങനെ ഒന്നാണേ.
വണ്ടി നിൽക്കുന്ന പോയി. അയ്യോ നേരെ വിടുകടാ. കയറാൻ പറ്റുമില്ല, ഞാൻ കയറാം. അവൻ കയറി. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞ അതേപോലെ നടക്കും. പിന്നെ ചാടി ആ ഫ്രണ്ട് ഒക്കെ വന്നപ്പോൾ എനിക്കറിയായിരുന്നു. ഫുള്ള് കോമഡി കേട്ടോ. തള്ളിത്തരാം. നിൽക്കടാ, ശാലം പുറയിലേക്ക് വന്നേ. ഇനി പോട്ടെ. സംഭവം വേറൊന്നുമില്ല, മഴ പെയ്തിട്ട് മൊത്തം എന്താ പറയുന്നേ പായലായിട്ട് കിടക്കും, അതുകൊണ്ടാണ്. അല്ല സ്കില്ലില്ലാഞ്ഞിട്ടൊന്നുമില്ല. ടീം പ്രോയാണ്. പണ്ട് സ്കൂട്ടിയും കൊണ്ടായിരുന്നു പ്രോയിസം. അല്ലേടാ വിഗോയും കൊണ്ടൊക്കെ അതിൽ പറന്നായിരുന്നു വന്നുകൊണ്ട്. ഇപ്പം നമ്മൾ എക്സ്പൾസ് എടുത്തിട്ട്, എടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഫ്രണ്ട് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലേ വീഴാനാന്ന്. എനിക്കറിയാം കറക്റ്റ് ഇവിടെ എവിടെയെങ്കിലും വീഴുമെന്ന്. അത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുകയാണ് ഗൈസ്. വീണ്ടും എൻ്റെ ഫുഡ് റെസ്റ്റ് കാണില്ല, കിട്ടി. ഇപ്പം മണ്ടയിലൊരു വീഴ്ചയ്ക്കും കൂടെ ഉള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയല്ലെന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അതുപോലെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ പറയാം നീ പറയണ്ട. അയ്യോ പോട്ടെ, കുതിര വണ്ടി പോട്ടെ. പിന്നെ മൊത്തം എൻ്റർടൈൻമെൻ്റ് കേട്ടോ ഇന്ന്. അയ്യോ വീണേ. അയ്യോ അതെന്നെ വഴി. എന്നെ വഴി ഞാനൊരു വഴി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കയറി പോകേണ്ട വഴിയാ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുൾ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതാണ് എൻ്റർടൈൻമെൻറ്റ്. എടാ ഇവിടെ ചുമല ലൈറ്റ് കത്തുന്നുണ്ടോ? ചുമല ഇല്ലേ? ഉണ്ടല്ലോ. പോടാ പേടിച്ചു പോയി. അയ്യോ ഇത്രയും നേരം റെക്കോർഡ് ചെയ്തൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ചങ്ക് പൊട്ടി ചാണ്ട വരും. നമുക്ക് കയറി പോകേണ്ട വഴിയാ കേട്ടോ. നോക്കിക്കേ, ഫുള്ള് തന്നെ കിടക്കുക. ഇവൻ ഇന്നൊന്ന ഈ കാട്ടി പോവും. എടാ നീ ഉണ്ടല്ലോ ഈ ഒരു സൈഡ് പിടിച്ച് ഒറ്റ പോക്ക് വെക്കോ, അല്ലേലേ ഈ സൈഡ് പിടിച്ച് കയറിക്കോടാ. ഈ സൈഡ് പിടിച്ച് കയറിക്കോ, അതായിരിക്കും സേഫ്. ഓവർ സ്പീഡിൽ പോകണ്ട, ഒരു മിനിമം സ്പീഡിൽ പോ. അപ്പോൾ ഇതാവൻ പോയാണ്. നിർത്ത്. ഒരു മിനിറ്റ് പിടിച്ചോണേ. പോട്ടെ. പതുക്കെ കൈ കൊടുക്ക്. അത് നമ്മൾ ഒരു വിധത്തിൽ മണ്ടയിലെത്തി കേട്ടോ. ഫുൾ എൻ്റർടൈൻമെൻറ്റ്. ഓ ഗായ്സ്, വ്യൂ നോക്കിക്കേ. എൻ്റെ മോനെ നോക്കിക്കേ, ആ ഒരു വ്യൂ സത്യം പറയാലോ ക്യാമറയിൽ കൂടെ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല അടിപൊളി വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങളാ മണ്ട ചെന്നിട്ട് കാണിച്ചു തരാം. ഞാനെടുക്കാം. ഈ പൊക്കോ, നിന്റെ കടമ്പ കഴിഞ്ഞു. സന്തോഷമായില്ലേ? പിടിച്ചിരുന്ന ഫ്രണ്ട് വെക്കാൻ വേണേ. അപ്പം ഗായ്സ്, ഇതാണ് നമ്മുടെ ഏതോ ഒരു മലയാണ്, വേറൊന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയോ വന്ന് എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് പറഞ്ഞാൽ സ്ഥലം എനിക്കറിയാം, പക്ഷെ പേരറിയത്തില്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അണക്കര, പുഷ്പക്കണ്ട അണക്കരയാണിത്. വണ്ടി ചേർക്കാൻ ഇന്ന് കഴിയേക്കൊണ്ട് വന്നു. ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല ടീം. കണ്ടില്ലേ മോനെ? പക്ഷേ ഈ വ്യൂ എനിക്കിഷ്ടപ്പെട്ടു. അതെ, ആ ഒരു വ്യൂ ഫുള്ള് അല്ല അടിപൊളി വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, സത്യം പറയാം. അല്ലേടാ
സൂപ്പർ വ്യൂ. നിങ്ങൾ അതെടാ അത് നാലുമലയാടാ. ഇതാ നാലുമല. ആ പോസ്റ്റ് പോകുന്നുണ്ടോ? അതിലെ വഴി, അതിലെ അങ്ങനെ കയറി ആ മണ്ട. ഓ ഇപ്പോൾ അതിന് മണ്ട കയറി ഒരു രക്ഷയില്ലായിരിക്കും കേട്ടോ. ഓ അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നു. അപ്പം വീഴ്ചയിൽ വണ്ടിക്ക് എന്തൊക്കെ പറ്റിയെന്ന് അറിയണ്ടേ? ഇവിടെ ഇവൻ ചവിട്ടി ചെളിയാക്കിയതാ, ബ്ലഡി ഫുൾ. ടയറൊക്കെ ഫുള്ള് ചെളിയാ. ഇവിടെ കുറച്ച് സ്ക്രാച്ചസ്, ചെളികൾ ഇവിടെ. പിന്നെ ഇതൊക്കെ മടങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ. പിന്നെ ഇത് കുറച്ച് മണ്ണായിട്ടുണ്ട്. ഇന്ന് കഴുകിക്കൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ വാട്ടർ സർവീസ് കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അയ്യോ കണ്ണാടിയൊക്കെ മാക്കെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് നൈസാട്ടോ, അങ്ങോട്ട് വലിയ സീനൊന്നുമില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇല്ല, സംഭവിച്ചില്ല. ഓ മൈ ഗോഡ്. ഇപ്പുറത്തേക്ക് കയറാം, അടുക്കൂടെ പോവാം. അയ്യോ 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 അയ്യോ, ഈ ചെളിയക്കൂടൊക്കെ ഇങ്ങനല്ല പോകേണ്ടത് കേട്ടോ. പിന്നെ കഴുകിക്കൊണ്ട് വന്നതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നത് തന്നെ. ഓ മൈ ഗോഡ്. അയ്യോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ചെളി കാണുമെന്ന്. വീണടാ, പോയടാ. ഇറങ്ങല്ലേ. നീ ഇറങ്ങി അവിടെ രണ്ടുപേരും കിടക്കും. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. കൊള്ളാം. ഇവിടെ ഒരു നിരക്കത്തിന് ചാൻസ് ഉണ്ട്. ഓ ഇല്ല, നിരങ്ങൂല്ല. നിരങ്ങാതെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നല്ല, ഫുള്ള് മൂഡ് ഓഫായി. ഇപ്പം മൂഡ് ഓഫായേനെ, എല്ലാം ഓഫായേനെ ഇന്ന്. ആക്കും. പിന്നെ ഇത് ചെളി വണ്ടി ആക്കാനുള്ള. നീ പോടാ. ഇതായിരുന്നു? അല്ലല്ലോ, ഇതല്ലല്ലോ. ഓ ഫുള്ള് കൺഫ്യൂഷനാക്കി കളഞ്ഞു. അപ്പോൾ ഇതാണ് അവൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇതിലെ വരുന്നവർ ഇതിലെ വന്ന് ഇവൻ്റെ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ഞാൻ തന്നെ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വോൾഫ്കിഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ എനിക്കറിയാം ഞാൻ ആരാന്ന്. ആരും പേടിക്കണ്ട. അല്ലാടാ, നിനക്കറിയത്തില്ല ഞാൻ ആരാന്ന്? ചുമ്മാ എന്ന് മാത്രമേ ഉള്ളൂ.